ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഇൻസ്റ്റഗ്രാം ആണോ യൂട്യൂബ് ആണോ നല്ലത്, ഏതാണ് കൂടുതൽ ഒരു മോണിറ്ററി ബെനിഫിറ്റ് തരുന്നത്, അല്ലെങ്കിൽ എന്താണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഏതാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് പറയണം, ഇൻസ്റ്റഗ്രാമിനെ കുറിച്ചിട്ട് പറയാം. കാരണം ഇപ്പൊ കുറച്ചും കൂടി വൈറലായിട്ട് നിൽക്കുന്ന എനിക്കൊന്ന് ഇൻസ്റ്റഗ്രാം ആണ്. എല്ലാവരും ഈ ഇൻസ്റ്റഗ്രാം ഫീഡിലേക്കാണ് പോകുന്നത്. യൂട്യൂബിലേക്ക് ആളുകൾ വരുന്നതും യൂട്യൂബിലെ ഫീഡ്സ് ഇപ്പൊ ഷോർട്സ് ആണെന്നുണ്ടെങ്കിലും മെയിൻ വീഡിയോസ് ആണെങ്കിലും ആളുകൾ ഇരുന്ന് കാണുന്ന ആ ഒരു നമ്പേഴ്സ് വളരെ കുറഞ്ഞു. ഒരു പെർസെന്റേജ് ഓഫ് ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഓൾറെഡി സ്വിച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിനെ കൊണ്ടിട്ടുള്ള നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റിനെ കുറിച്ച് ഞാൻ ആദ്യം പറയാം. ഞാൻ വിട്ടുപോയിരിക്കാൻ വേണ്ടി നോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം നിങ്ങളും ഇത് അറിയാൻ വേണ്ടിയിട്ടാണല്ലോ വീഡിയോ കാണുന്നത്. സോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകാൻ വേണ്ടിയിട്ടാണ്. ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ക്വിക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും. അതായത് നമ്മൾ ഇടുന്ന വീഡിയോക്ക് ഒരു ഹുക്ക് ഉണ്ട്. അതായത് പെട്ടെന്ന് നമ്മൾ വന്നിട്ട് ഒരു വീഡിയോ നിങ്ങൾക്ക് ഇത് അറിയാമോ, അങ്ങനത്തെ ഒരു അതിശയോക്തി നമ്മളൊന്ന് ക്രിയേറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ആ ഒരു ഫസ്റ്റ് നമുക്ക് അതായത് സ്കിപ്പ് റേറ്റ് കുറയും. അതായത് നമ്മുടെ വീഡിയോ പെട്ടെന്ന് കണ്ടിട്ട് ഹായ് നിങ്ങൾ ഇങ്ങോട്ട് നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നോർമൽ ഒരു സംഗതിയാണ് നമ്മുടെ വീഡിയോയിൽ, ഒരു ക്ലീഷ സംഗതിയാണ് ഉള്ളതെങ്കിൽ ആളുകൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ആൾക്കാർക്ക് സ്ക്രോൾ ചെയ്ത് കളയാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാലം ഇങ്ങനെ സ്ക്രോൾ ചെയ്തിരിക്കും. അപ്പൊ സ്കിപ്പ് റേറ്റ് കൂടും. അപ്പൊ സ്കിപ്പ് റേറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ആ ഒരു 5 സെക്കൻഡ്, ഒരു 10 സെക്കൻഡിൽ വീഡിയോ ഭയങ്കര എന്തെങ്കിലും എന്തൊരു ക്യൂരിയോസിറ്റി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയാൽ ഇൻസ്റ്റാഗ്രാം കുറച്ചും കൂടെ നമുക്ക് ക്വിക്ക് ആയിട്ട് റീച്ച് കിട്ടും. അപ്പോൾ ഒരു 4000 പേരിലേക്കോ 5000 പേരിലേക്കോ അതിന് ഗ്രാജുവലി ഒരു 1 ലക്ഷം പേര് 2 ലക്ഷം പേരിലേക്കൊക്കെ ഒരു അക്കൗണ്ടിനെ റീച്ച് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വലിയ പ്രയാസമൊന്നുമില്ല. ഒരു ഹുക്ക് ക്രിയേറ്റ് ചെയ്ത് ഒരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്താൽ മാത്രം മതി. അതാണ് ഇൻസ്റ്റാഗ്രാം എപ്പോഴും നമുക്കൊരു ക്വിക്ക് റിസൾട്ട് ആണ്, ക്വിക്ക് ഗ്രോത്ത് തരും. നമുക്ക് ഫോളോവേഴ്സ് കൂടും. അതുപോലെ തന്നെ നമുക്ക് സ്കിപ്പ് റേറ്റ്, നമ്മുടെ കമന്റ് റേറ്റ്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എത്ര പേര് ലൈക്ക് ചെയ്തു എന്നുള്ളതിലല്ല ശരിക്കും പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാം നമ്മുടെ വീഡിയോ റെക്കമെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ സേവ് ചെയ്ത് വെക്കാനോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാനോ ഉള്ള ഒരു കണ്ടന്റ് അതിനകത്ത് ഉണ്ടാവണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, പെട്ടെന്ന് അതിനകത്ത് കമന്റ് സ്പോണ്ടേനിയസ് ആയിട്ട് ഇട്ട ഒരു 10 മിനിറ്റിൽ ഒരു 10 കമന്റ് വന്നു. അപ്പൊ ഇൻസ്റ്റാഗ്രാമിന്റെ അൽഗോരിതം നോക്കുമ്പോൾ ഒരു 10 കമന്റ് വന്നു. പക്ഷേ ഈ 10 കമന്റും വല്ല ഹാർട്ടോ അല്ലെങ്കിൽ കണ്ണിൽ മറ്റേ നക്ഷത്രം തെളിഞ്ഞ് നിൽക്കുന്ന സംഗതിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നോ ഒരു യൂസും ഇല്ല. ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു ഇന്ററാക്ഷൻ ആണ് ആ ഒരു ചാറ്റിൽ നടക്കുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം വിചാരിക്കും ഓക്കെ സംതിങ് ഇസ് ദയർ, അവിടെ എന്തോ ഉണ്ട്. സോ നമ്മൾ അതിനെ ആ ഒരു വീഡിയോനെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വ്യൂവേഴ്സിലേക്ക്, നമ്മുടെ ഫോളോവേഴ്സിലേക്ക്, നോൺ ഫോളോവേഴ്സിലേക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ആ ഒരു റെക്കമെൻഡ് ചെയ്യും ഇൻസ്റ്റാഗ്രാം തന്നെ. സോ അതുകൊണ്ടാണ് നമുക്കൊരു ക്വിക്ക് ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഫോളോവേഴ്സ് കൂടാനും ഒക്കെ വളരെ ഈസിയാണ് യൂട്യൂബിനെ കമ്പയർ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ഒരിക്കലും മോണിറ്റൈസേഷൻ ബെനിഫിറ്റ്, അതായത് ഒരു ആഡ് പ്ലേ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ വ്യൂ ഒരു 1 ലക്ഷം വ്യൂ വന്നാലോ 2 ലക്ഷം വ്യൂ വന്നാലോ ഒരു 1 crore വ്യൂ വന്നാൽ കൂടി നമുക്ക് നമ്മുടെ ഇത്ര പേര് കണ്ടതുകൊണ്ട് നമുക്കൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരിക്കലും ഇൻസ്റ്റാഗ്രാം നമുക്ക് തരത്തില്ല. ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു ബെനിഫിറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കൊളാബറേഷൻ. ഒരു ബ്രാൻഡ് നമ്മളെ കാണുന്നു, നമ്മളെ ആയിട്ട് കൊളാബ് ചെയ്യാൻ അവർക്ക് താല്പര്യം ഉണ്ടെന്ന് പറയുന്നു, നമ്മളെ ഒരു ഇത്ര എമൗണ്ട് തരാം അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് തരാം, എന്നിട്ട് നിങ്ങളുടെ ഒരു ലിങ്കും പ്രൊവൈഡ് ചെയ്തിട്ട് ആ ലിങ്കിന്റെ ഒരു 10%, ഒരു 10 പേര് മേടിച്ചാൽ അതിന്റെ ഒരു 10% നമുക്ക് അതിന്റെ ഒരു ബെനിഫിറ്റ് തരാം എന്ന് പറയുന്ന കേസ് ത്രൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻസ്റ്റാഗ്രാമിൽ ഏൺ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് തന്നെ അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് ത്രൂ, ഇപ്പോൾ ഏതെങ്കിലും ഒരു അഫിലിയേറ്റഡ് ലിങ്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ലിങ്ക് കൊടുക്കുന്ന ആളുകളുണ്ട്. ഓട്ടോ DM എന്നൊക്കെ പറയും. മീഷോ, ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക, മിന്ത്ര, ഇങ്ങനെയുള്ള വെബ്സൈറ്റുകളിലൊക്കെ ഓട്ടോ DM കൊടുക്കുന്ന വെബ്സൈറ്റുകളും ഉണ്ട്, ഇല്ലാത്ത വെബ്സൈറ്റുകളും ഉണ്ട്. അപ്പൊ ഇതിനകത്തൊക്കെ അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് ത്രൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ലിങ്ക് ജനറേറ്റ് ചെയ്ത് നമുക്കൊരു പെർട്ടിക്കുലർ ആൾക്കാരിലേക്ക് കൊടുത്ത്, ഇപ്പൊ അങ്ങനെയൊക്കെ ലിങ്ക് കൊടുക്കണം എന്നില്ല, ഞാനൊക്കെ പകുതിയും അങ്ങനെയല്ല ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഏൺ ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമുക്ക് ഏൺ ചെയ്യാനുള്ള ഓരോരോ വഴികൾ ആണ് ഞാൻ പറയുന്നത്. പിന്നെ നമുക്കൊരു പേഴ്സണലി നമ്മളെ ഒരു ആളുകളിലേക്ക് എത്തിക്കാൻ, അതായത് നമ്മുടെ ഒരു ഫേസ് ആയിക്കോട്ടെ, നമ്മുടെ ഒരു പ്രോഡക്റ്റ് ആയിക്കോട്ടെ, നമ്മുടെ ഒരു ബ്രാൻഡ് വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാമിന് ഭയങ്കര ഒരു കഴിവുണ്ട്. കാരണം ഇപ്പൊ നമ്മുടെ യൂത്തും അതുപോലെ എല്ലാ ആൾക്കാരും ഇപ്പോൾ ഭയങ്കര ഒരു തള്ളിക്കയറ്റം നടക്കുന്ന ഇൻസ്റ്റാഗ്രാമിലാണ്. സോ ഇൻസ്റ്റാഗ്രാം ത്രൂ ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ ഫേസ് ഒന്ന് ഫെമിലിയർ ആക്കാനോ അല്ലെങ്കിൽ ഓക്കെ ഇത് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, ആ ഒരു സാധനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് എപ്പോഴും ഇൻസ്റ്റാഗ്രാമിലാണ്. കാരണം ആളുകൾ എപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ തന്നെയാണ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യൂട്യൂബിൽ നിന്ന് നല്ലോണം ആള് പോയിട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ ഇത്രയും ഇപ്പൊ ഇത്രയും ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ എന്താ പറയുന്നത് അത്രയും ഒരു റീച്ച് വരുന്നതിന്റെ ഒരു റീസൺ അതാണ്. പിന്നെ പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ടൊരു വീഡിയോ, നമുക്കൊരു കാര്യം ഇഷ്ടപ്പെട്ടാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് അതിനെ എഡിറ്റ് പോലും ചെയ്യാണ്ട് നമുക്ക് അതിനെ എന്താ പറയുക, ചുമ്മാ എടുത്തിടാൻ പറ്റും. ഒരു റീൽ പോസ്റ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. അപ്പൊ നമുക്ക് തന്നെ ഇൻസ്റ്റാഗ്രാമിന്റെ ഫിൽറ്റേഴ്സ് ഒക്കെ അടിപൊളിയാണ്.
ഇപ്പൊ യൂട്യൂബിന്റെ ഫിൽറ്റർ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല അത്ര അടിപൊളിയാണ്. നമ്മൾ തന്നെ എഡിറ്റ് ചെയ്ത് നമ്മൾ തന്നെ കൊണ്ട് പോസ്റ്റ് ചെയ്യുന്നതാണ് യൂട്യൂബിൽ നടക്കത്തുള്ളൂ ബെസ്റ്റ് ആയിട്ട്. നമുക്ക് നല്ല ക്ലാരിറ്റി നമ്മുടെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ അതേ നടക്കുള്ളൂ. പക്ഷേ ഇൻസ്റ്റാഗ്രാം ആണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിന്റെ ഫിൽറ്റേഴ്സ് നമുക്കിപ്പോൾ ഒരു ഫ്രണ്ട് ക്യാമറ എടുത്തു വെച്ചിട്ട് പാട്ടിനാണെങ്കിലും ചുമ്മാ ഒരു ഡബ് സ്മാഷ് പോലെ എങ്കിലും ചെയ്താലും നല്ല റീച്ച് വരും, മനസ്സിലായോ? അത്യാവശ്യം നല്ല ക്ലാരിറ്റി, നല്ല ലൈറ്റിങ്, ആ ഒരു ഹുക്ക് ക്രിയേറ്റ് ചെയ്താൽ മാത്രം മതി, നല്ല റീച്ച് വരും. ഇനി ഇൻസ്റ്റാഗ്രാമിൽ കൂടെ മറ്റേ വൈറാലിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ബാഡ് ആയിട്ടും, അതായത് നെഗറ്റീവ് പബ്ലിസിറ്റി കൂടെ വരുന്ന ആളുകൾക്കും എനിക്ക് തോന്നുന്നു കൂടുതൽ അവർക്കും മെച്ചം കിട്ടുന്നത് ഇൻസ്റ്റാഗ്രാമിലാണ്. കാരണം ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന അവരുടെ ടൈം ഇൻസ്റ്റാഗ്രാമിൽ തന്നെ കൊടുക്കുന്നത്. അതായത് ഇങ്ങനെ സ്ക്രോളിങ് കൂടി വരുന്ന സാഹചര്യമാണ്, ആർക്കും ടൈമില്ല. അപ്പൊ ഇൻസ്റ്റാഗ്രാമിലാണെന്നുണ്ടെങ്കിൽ സ്ക്രോൾ ചെയ്യാൻ ഇടയ്ക്ക് 2x ഇട്ട് കാണാം. ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടാണ് 2x എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് ഷോർട്സിലൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ അത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നുന്നത് ഇൻസ്റ്റാഗ്രാം ആണ് ഈ പറഞ്ഞ കാര്യങ്ങളിൽ. ഇനി നമുക്ക് യൂട്യൂബിന്റെ കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ഒരിക്കലും ഒരു ക്വിക്ക് റിസൾട്ട് നമുക്ക് തരികയില്ല. യൂട്യൂബിന് ഒരു ആവശ്യവും ഇല്ല നിങ്ങൾക്ക് ഒരു 10,000 വ്യൂ തരാം, 1,00,000 വ്യൂ തരാം. ഈ 1,00,000 വ്യൂ കിട്ടിയാൽ പോലും നമ്മളൊരു ഇനിഷ്യലി യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു കാര്യവും നടക്കണമെന്നില്ല. ഷോർട്ടിന് ഒരു 1,00,000 വ്യൂ ആയതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇല്ല. അതിന്റെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ തന്നെ ഡിഫറെന്റ് ആണ്. ആ ഒരു ഇപ്പൊ നമ്മള് എന്തോ ഒരു എക്സാം എഴുതി പാസ്സാവുന്ന മാതിരിയാണ് ഇപ്പൊ യൂട്യൂബ്. കാരണം യൂട്യൂബിന്റെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ മീറ്റ് ചെയ്ത് അതിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാലോ പിന്നെയും കഷ്ടപ്പാടാണ്. അത് മീറ്റ് ചെയ്യാനും കഷ്ടപ്പാടാണ്, അത് മീറ്റ് ചെയ്ത് ഉള്ളിൽ വന്നാൽ അതിലും കഷ്ടപ്പാടാണ്. കാരണം നമുക്ക് ആ പേയ്മെന്റ് വരണമല്ലോ. ഈ യൂട്യൂബിലും ഈ പറഞ്ഞ പോലെ പെയ്ഡ് കൊളാബറേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. പക്ഷേ നമ്മൾ ആദ്യത്തെ ആ ഒരു ടൈം ഭയങ്കര സ്ട്രഗ്ലിംഗ് തന്നെയാണ്. നമ്മുടെ ഈ പറഞ്ഞ നമ്മൾ എത്ര ഭയങ്കരമായിട്ട് നല്ല കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്താലും അല്ലെങ്കിൽ അത്രയും ആളുകളിലേക്ക് എത്താൻ ചാൻസ് ഉള്ള, ഒരിക്കലും ഒരാൾ കണ്ട ഈ വീഡിയോ ഒന്ന് കണ്ടിരിക്കും അങ്ങനെയുള്ള വീഡിയോകളിൽ പോലും യൂട്യൂബ് ഒരിക്കലും നമ്മുടെ വീഡിയോ റെക്കമെൻഡ് ചെയ്തൊന്നും നമ്മളെ സഹായിക്കില്ല. പക്ഷെ ഇൻസ്റ്റാഗ്രാം അങ്ങനെയല്ല, 2-3 പേര് കണ്ടാലും പെട്ടെന്ന് ആ ഒരു സാധനത്തിലേക്ക് ഇട്ട് കൊടുക്കും. ഇതൊന്ന് കണ്ടു നോക്ക്, വേണമെങ്കിൽ കണ്ടോ, അങ്ങനത്തെ ഒരു സാധനം ഇൻസ്റ്റാഗ്രാമിലുണ്ട്. പക്ഷെ യൂട്യൂബ് ഒരിക്കലും അങ്ങനെ ഒരു കാര്യമേ ചെയ്യത്തില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റുന്നത്, അതായത് ആഡ് പ്ലേ ചെയ്യുന്നതുകൊണ്ട്, അതായത് ഗൂഗിൾ ആഡ്സെൻസ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഇപ്പൊ യൂട്യൂബിൽ നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ നമ്മുടെ ആഡ് നമ്മുടെ ആ ഒരു വീഡിയോന്റെ ഇടയിൽ വരുന്നത് കൊണ്ടാണല്ലോ നമുക്ക് അതിന്റെ ഒരു പെർസെന്റേജ് കിട്ടുന്നത്. അങ്ങനെ ഒരിക്കലും ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു വീഡിയോ ഒന്നൊരു വീഡിയോ നമ്മുടെ ഒന്ന് ക്ലച്ച് പിടിച്ചാലേ ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് വരുന്നത് ഇൻസ്റ്റാഗ്രാമിനെ കമ്പയർ ചെയ്യും. അതായത് ഒരു വീഡിയോ ഒന്ന് ക്ലച്ച് പിടിച്ചാൽ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം അല്ല യൂട്യൂബാണ്, മനസ്സിലായി? പക്ഷെ ക്ലച്ച് പിടിക്കുന്നവരെയും നമ്മളെ ഒന്ന് ഫെമിലിയർ ആക്കാനും നമ്മളെ ഒന്ന് ഓക്കെ ഇങ്ങനെ ആളുണ്ടെന്ന് അറിയിക്കാനും ഇൻസ്റ്റാഗ്രാം തന്നെയാണ് ബെസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇൻസ്റ്റാഗ്രാമിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ്, ഈ പറഞ്ഞ പ്രൊഡക്റ്റിന്റെ കൊളാബറേഷൻ, അങ്ങനത്തെ ആ ഒരു ഇത് മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബിസിനസ് സ്വന്തമായിട്ടുണ്ടെങ്കിൽ അതിനെ 2 രീതിക്ക് നമുക്ക് യൂസ് ചെയ്യാം. കുറച്ചുകൂടി ഇൻസ്റ്റാഗ്രാം ആയിരിക്കും ആൾക്കാരിലേക്ക് എത്താൻ, പബ്ലിസിറ്റി കിട്ടാൻ കുറച്ചുകൂടെ നല്ലത്. അല്ലാതെ നമുക്ക് ഈ യൂട്യൂബിനെ വെച്ച് നോക്കുമ്പോൾ യൂട്യൂബിൽ തന്നെ അഫിലിയേറ്റഡ് മാർക്കറ്റിങ്ങിന് അവർ തന്നെ ടാഗ് ചെയ്ത് നമുക്ക് ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് തരുന്നുണ്ട്. അതുപോലെ ഈ ആഡ് പ്ലേ ചെയ്യുന്നത് വഴി നമുക്കത് കിട്ടും. മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പെർട്ടിക്കുലർ കണ്ടന്റ് ചില ആളുകളിലേക്ക് മെമ്പർഷിപ്പ് എടുത്ത് കാണുന്ന രീതിക്ക്, അത് ഇൻസ്റ്റാഗ്രാമിലുള്ള പോലെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു. പക്ഷേ യൂട്യൂബിന്റെ സബ്സ്ക്രിപ്ഷൻ അത്രയ്ക്കൊരു ആ ഒരു സാധനം, ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ വേറൊരു രീതിയിലാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സാധനം യൂട്യൂബിലില്ല. ഒരു മെമ്പർഷിപ്പ് ഒരു എമൗണ്ട് കൊടുത്തിട്ട് നമുക്ക് അങ്ങനത്തെ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ആ ഒരു കണ്ടന്റും നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. അതുപോലെ തന്നെ സൂപ്പർ ചാറ്റ്, അങ്ങനെ കുറെ ഒരു 1-2 എന്താ പറയുന്നത് പല വഴികളിലൂടെ നമുക്ക് യൂട്യൂബിൽ ഏൺ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഈ പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാമിലുള്ള സംഗതി എല്ലാം യൂട്യൂബിൽ ചെയ്യുകയും ചെയ്യാം. എക്സ്ട്രാ കുറച്ച് ബെനിഫിറ്റും കൂടെ യൂട്യൂബിനുണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഇപ്പൊ ഇന്ന് കണ്ടു നാളെ അവർ മറക്കും. കാരണം ഒരുപാട് സാധനം വന്നുകൊണ്ടിരിക്കുക. അതായത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതിലിരിക്കണം. പക്ഷെ യൂട്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൺസ് നമ്മുടെ ചാനൽ ഒരാൾ വന്നു, നമ്മളെ വിസിറ്റ് ചെയ്തു, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ വീഡിയോസ് കാണുകയും നമ്മുടെ അതിലോട്ട് വരികയും ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ഇൻസ്റ്റാഗ്രാമിനേക്കാൾ യൂട്യൂബിൽ നമ്മൾ ബിൽഡ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ആ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ കുറച്ച് പാടാണ്. ഇൻസ്റ്റാഗ്രാം എന്ന് പറയുമ്പോൾ എല്ലാവരും നമ്മളെ ചിലപ്പം ചുമ്മാ ആണെങ്കിൽ ഫോളോ അടിച്ച് വിടും. അവർ നമ്മളെ കാരണം അവർ തന്നെ ഒരു 10,000 പേരെ അവർ ഫോളോ ചെയ്യുന്നുണ്ടാവും. ഫോളോവിങ്ങിൽ ഒരു അത്രയും ആളുകളുണ്ടാകും. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയാ അവരുടെ ഒക്കെ അത്രയും കണ്ടന്റ് ബൾക്ക് ഡേറ്റയുടെ കുറിച്ച് നമ്മുടെയും കൂടെ ഒരു ഡേറ്റ ചെല്ലുമ്പോൾ അവർ മേ ബി കാണാതിരിക്കാം. പക്ഷെ യൂട്യൂബ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇടുന്ന ടൈമും കാര്യങ്ങളും വെച്ചിട്ട് ആ ഒരു ആക്റ്റീവ് ടൈമിലാണ് അവർ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കുറച്ചും കൂടെ കാണാൻ, അതായത് കുറച്ചും കൂടെ ഒരു സ്ട്രോങ് കമ്മ്യൂണിറ്റിനെ ബിൽഡ് ചെയ്യാൻ ഇൻസ്റ്റാഗ്രാമിനേക്കാളും യൂട്യൂബാണ് ബെറ്റർ എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയനിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. മോണിറ്ററി ബെനിഫിറ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും. ഇപ്പൊ നമുക്ക് അത്യാവശ്യം വ്യൂ ഉണ്ട് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ യൂസ് ചെയ്യാൻ അറിഞ്ഞാൽ നമുക്ക് നല്ലവണ്ണം കാശുണ്ടാക്കാൻ പറ്റും. യൂട്യൂബിൽ നല്ല രീതിക്ക് അതായത്
ആഡ് പ്ലേ ചെയ്യുന്നതും യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നതും അല്ലാതെ ബാക്കി കാര്യങ്ങളിൽ കൂടി. അപ്പൊ നമ്മളിപ്പോ നമ്മുടെ ഒരു വീഡിയോയ്ക്ക് യൂട്യൂബ് വന്നിട്ട് ഒരു 100 പേരെ കാണിക്കുന്നുള്ളൂ എന്ന് വെക്കും. നമുക്കിപ്പോ ഒരു മിനിമം നമുക്കൊരു 1000 വ്യൂ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ 10 വീഡിയോ ഇടും. 10 വീഡിയോ ഇട്ടാൽ നമുക്ക് 1000 വ്യൂ കിട്ടി. അപ്പൊ നമ്മൾ എഫേർട്ട് കൂടുതലായിട്ട് ഇടേണ്ടി വരും. പക്ഷെ ഇതിനകത്ത് ഈ 10 വീഡിയോ നമ്മൾ ഇടുന്നതിനകത്ത് ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഒരു വീഡിയോ ഇട്ടാൽ തന്നെ നമുക്ക് ഇതിന്റെ ഇരട്ടി ഇത് വരും. അപ്പൊ ഇതിനെ എങ്ങനെ യൂസ് ചെയ്യണം എന്ന് പഠിച്ചാൽ നമുക്ക് മോണിറ്ററി ബെനിഫിറ്റ് ഇതിനകത്ത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാമെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ റീസെന്റ് ആയിട്ട്, കാരണം ഞാൻ ഇപ്പോഴാണ് ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവായി തുടങ്ങിയത്. മുന്നേ ഞാൻ യൂട്യൂബ് മാത്രം നോക്കിയിരുന്ന ഒരാളാണ്. സോ അതൊരു വലിയ മണ്ടത്തരമായിരുന്നു എനിക്കിപ്പോൾ മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. സോ നിങ്ങൾക്ക് യൂട്യൂബ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോസ് എല്ലാം തന്നെ ചെറിയ ഷോർട്ട് വീഡിയോസ് എല്ലാം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെയും കൂടെ പോസ്റ്റ് ചെയ്യണം. കാരണം ആളുകളിലേക്ക് നിങ്ങളെ എത്തിക്കാൻ, റീച്ച് ചെയ്യിപ്പിക്കാനും നിങ്ങളുടെ ഒരു ഫേസ് അവർക്കൊന്ന് റെക്കഗ്നൈസ് ചെയ്യാനും ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാം ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ നമ്മളെ സപ്പോർട്ട് ചെയ്യും. നമുക്കൊരു ഇനിഷ്യൽ ടൈമിൽ ഏറ്റവും അത്യാവശ്യം വേണ്ട സപ്പോർട്ടാണ്. സോ ആളുകൾക്ക് കൂടുതൽ സപ്പോർട്ട് ചെയ്യാനും ആളുകൾ കുറച്ചും അധികം ഒരു ബൾക്ക് ഡേറ്റ ആയിട്ട് ആളുകൾ പെട്ടെന്ന് സ്ക്രോൾ ചെയ്യുന്നു ഇൻസ്റ്റാഗ്രാമിലാണ്. യൂട്യൂബ് വളരെയധികം ഈ പറഞ്ഞ സ്ക്രോളിങ്ങിലോ ഷോർട്ട് കാണുന്നതിലോ മെയിൻ വീഡിയോസ് കാണുന്നതിനോ ആളുകൾ വളരെ പിന്നോക്കമാണ്. ഇപ്പോൾ ആളുകൾ വളരെ കുറവാണ് യൂട്യൂബിൽ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഏതാണോ ബെസ്റ്റ് എന്ന് തോന്നിയിട്ടുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യൂ. ഞാൻ എൻ്റെ ഒരു രീതിയാണ് പറഞ്ഞത്, രണ്ടും ബെസ്റ്റാണ്. പക്ഷെ എനിക്ക് കുറച്ചും കൂടി ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ആണ് നമ്മൾ യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്കൊരു എൻകറേജ്മെന്റ് തരുന്നത് ഇൻസ്റ്റാഗ്രാം ആണ്. മോണിറ്ററി ബെനിഫിറ്റ് ഓഫ് കോഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ അറിയാമെങ്കിൽ രണ്ടിലും നല്ല രീതിക്ക് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ കണ്ടന്റ്സിനായിട്ട് ഇതുപോലത്തെ എല്ലാ കണ്ടന്റ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ചാനൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. വേറെ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.